സംവാദ വെല്ലുവിളികളുടെയും ഒക്കെ കാലാണ്. സംവാദ വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അണയണില്ല. ഞാൻ ജസ്റ്റ് സംവാദങ്ങളിൽ മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങൾ പറയണല്ലോ. ആദ്യത്തെ സംവാദം പന്നിപ്പാറയായിരുന്നു. പന്നിപ്പാറയിലെ ഒരു രംഗം നമുക്ക് കാണാം. സ്വാലിഹ് ആലു ശൈഖിനെ ഉദ്ധരിക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം എന്ന വേർതിരിവ് ഈ വിഷയത്തിലില്ല. മുസ്ലിമിനോട് മുസ്ലിം ജിന്നിനോട് ചോദിച്ചത് ശിർക്കല്ല എങ്കിൽ അതേ ചോദ്യം കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് മുസ്ലിം വിശദീകരിച്ചത്. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹ ലാ തജൂസ്. ഇസ്തിആനത്തിന്റെ ഇനങ്ങൾ അത് എന്താണ്? അത് പിന്നെ ഒന്നും അനുവദനീയമല്ല ജിന്നിനോടുള്ളത്. ഫമിൻഹാ മാ ഹുവ ശിർക്ക്. അതിൽ ശിർക്കായതുണ്ട്. കൽ ഇസ്തിആനതി ബിശൈത്താനിൽ ജിന്നി യഗ്നി അൽ കുഫാർ. കാഫിറായ ജിന്നിനോടുള്ളത് ആ ശിർക്കിൽ പെട്ടതാണ്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്ക്. അതിൽ വസീലത്തുൽ ശിർക്കായിട്ടുള്ള ഇസ്തിആനത്തുണ്ട്. കൽ ഇസ്തിആനതി ബിമുസ്ലിമി അൽ ജിൻ. ഓക്കേ, അപ്പോ ഇത് രണ്ടു തരം ഇല്ലാന്നാണല്ലോ. ഒന്നേ ഉള്ളൂ, ഒക്കെ ശിർക്കാന്ന് പറയണമെന്നാ വേദിയിൽ നിന്ന് ഇതിങ്ങനെ വായിക്കുക. അപ്പൊ ഫൈസൽ മൗലവി ഒന്ന് വാങ്ങിയിട്ടൊന്ന് രണ്ടാമതൊന്ന് വായിച്ചു കൊടുക്കുന്നുണ്ട്. കേട്ടോളി. ഫൈസൽ മൗലവി വാങ്ങാണ്. ആ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 100 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. രാവിലെ മുതൽ ഇതുവരെ ഞാൻ എന്താണോ പറഞ്ഞത് അതാണ് ഇപ്പോൾ സാധിച്ച് വായിച്ചത്. എനിക്ക് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ആ ചോദ്യം വേണമെങ്കിൽ പിൻവലിക്കാനാണ് ഓക്കെ, ആ ചോദ്യം പിൻവലിച്ചു. വിഷയം തെളിഞ്ഞു. സംവാദത്തിൽ ഉണ്ടായതാണ്. സംവാദം വേണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ നടന്ന സംവാദങ്ങൾ. ചില കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റും പന്തും കയ്യിലുള്ള കുട്ടി എന്ത് ചെയ്യും? ആണ് ഔട്ടാവും പറയും നമുക്ക് അയച്ചാൻ കളിക്കണം എന്നറിയും അല്ലേ? കാരണം ഓൻ കളി പൊട്ടിയതാണ്. ഓരോ സംവാദത്തിലുണ്ടായതാ. ഇയാൾ വായിച്ച ഇതേ ഫത്വ ഇനി എന്താ സംഭവിച്ചത്? അത് ഞാൻ എപ്പോഴോ തോട്ട് കിട്ടതാണ്. അടുത്ത ചാൻസ് കയറിയിട്ട് അദ്ദേഹം പറയട്ടെ. പക്ഷേ ഫൈസൽ മൗലവി തോട്ടുന്ന് എടുത്തു, ഒന്നുകൂടി എടുപ്പിച്ചു. ഫൈസൽ മൗലവി ഒന്ന് പറയട്ടെ. ഇത് വല്ലാത്ത കാര്യങ്ങളല്ലേ? സാധാരണ ഓക്കെ, ആ സംവാദത്തിന്റെ സംഘാടകനായ എന്റെ സുഹൃത്ത് പ്രിംറോസ് അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചു. അത് ഇങ്ങനെയാണ്. ഈ ഫത്വ എന്നോ തോന്നിക്കുന്നതാണ്. പന്നേട്ടകൾ ഞാനടുത്തത് അതിന്റെ സമയത്തുള്ള ഫത്വയാണ് ആൽ ഷെയ്ഖിൻ്റെത് എന്ന് ആണ് ഇവിടെ വ്യക്തമായത്. ആ സമയത്തുള്ള ഫത്വയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാലിഹ് ഉദ്ധരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പിന്നെ ആ ഫത്വ തോട്ടിലെറിയണമെന്ന് ആൽ ഷെയ്ഖ് ഇന്ത്യ എന്നുള്ള പ്രയോഗമെല്ലാം അത് ഒരു ക്ഷമാപണത്തോടെ പിൻവലിക്കേണ്ടതില്ല എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ഞാനതിൽ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഈ ചോദ്യത്തിൽ പിന്നെ സാലിഹ് പറഞ്ഞു ഈ ഇലാജ് ചെയ്യുന്ന സമയത്ത് ചെറുക്കാകുന്നതും ചെറുക്കാകാത്തതുമായ 2 തരം ഇലാജ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഇസ്തിആനത്തുണ്ടെന്ന് പറഞ്ഞു. അത് ഏതാണ് എന്ന് വ്യക്തമാക്കണം. അതിന്റെ മാനദണ്ഡം എന്താണ്? അപ്പോ സംവാദം നടത്തിയിട്ട് ആകെ എല്ലാം ശിർക്കാണ് എന്നല്ല തെളിഞ്ഞത്. അതൊന്നും കൂടി മനസ്സിലാകും അടുത്ത ഭാഗം കേൾക്കുമ്പോ. കേട്ടോളൂ നിങ്ങൾ. റാഖിയുടെ ചോദ്യങ്ങളിൽ ശിർക്കായതുണ്ട് അല്ല. റാഖി ചോദിക്കുന്ന ചോദ്യത്തിൽ ശിർക്കായതുകൊണ്ട് അല്ലാത്തതുണ്ട്. അപ്പൊ ജിന്നിനോട് എന്ത് മുണ്ടിയാലും ശിർക്ക്, എന്തു പറഞ്ഞാലും ശിർക്ക് എന്നത് അവിടെ പൊളിഞ്ഞപ്പോൾ കടപ്പുറത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫി പുതിയ സംവാദത്തിലേക്ക് കടന്നപ്പോൾ അയച്ചാൻ കളി തുടങ്ങാൻ നിൽക്കുമ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഏതോ ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുപോയിട്ട് റൂമിൽ പിടിച്ചിരുത്തിയിട്ട് കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറയട്ടെ. ഞങ്ങളുടെ പണ്ഡിതനില്ലാത്ത ഒരു എളിയ പ്രബോധകനായ പ്രവർത്തകനായ സാലിഷ് വാടാനപ്പള്ളിയെ വിളിച്ച് ഒരു റൂമിൽ സ്വകാര്യമായിരുത്തി അവിടെ വെച്ച് നിലംപരിശാക്കി വിജയം ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നടന്ന ഫൈസൽ മുസ്ലിയാർ അവിടെ തറവറ്റിയപ്പോൾ അതിൽ നിന്ന് തലപൊക്കാൻ വേണ്ടി കണ്ട രീതിയാണ് മറ്റൊരു സംവാദത്തിനുള്ള വെല്ലുവിളി. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഈ KJUവിന്റെ കത്തന്നെ വേണമെന്ന് പറയാനുള്ള കാരണം. എന്താ അറിയോ? സംവാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ പിന്നെ അത് ചെറിയ കുട്ടി, പറ്റാത്ത ആള്, വേണ്ടാത്ത ആള്. അതുകൊണ്ട് ഇത് ഒരുപാട് കളവുകൾ പറയുന്ന ആളാണ് ഇപ്പോൾ KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അത്തരം വ്യക്തികളോടുള്ള വ്യക്തിപരമായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന അധ്വാനത്തിന് അതിൻ്റെതായ റിസൾട്ട് വേണം. ഞങ്ങൾ ഓരോന്നും കൃത്യമായി സിസ്റ്റമാറ്റിക്കലായി ചെയ്തു പോകുന്ന ആളുകളാണ്. ഇനി ഒക്കെ പോട്ടെ, കുട്ടീനെ റൂമിൽ അടച്ചുകൂട്ടിയൊന്നല്ല, ഇത് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണ്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഫൈസൽ മൗലവിന്റെ അടുത്ത് വന്ന് പ്രിംറോസും അദ്ദേഹത്തിന്റെ ഉപ്പ ഹൈദരാലി സാഹിബ് ഒക്കെയാണ് അതിന് അവസരം കൊടുത്തത്. നിച്ച് ഓഫ് ട്രൂത്തിൽ നടക്കേണ്ടിയിരുന്നത് നിച്ച് ഓഫ് ട്രൂത്തിൽ വെച്ച് നടന്ന ഔദ്യോഗികമാവും എഴുതിയിട്ടാണ് പന്നിപ്പാറയ്ക്ക് പോകുന്നത് വീട്ടിൽ വെച്ച് നടത്തിയത്.